ഒരു മുൻ നക്സലൈറ്റ് ആയിട്ടുള്ള ഒരു ചേച്ചിയാണ്, ലിബി CS എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടത്തിയാണ് അത് നടത്തുന്നത്. അപ്പോൾ ആ ചേച്ചിയുടെ പ്രീ ഡിഗ്രി മുതലുള്ള ചരിത്രം അത് നമുക്ക് ഓരോ എപ്പിസോഡായിട്ട് അത് പറഞ്ഞുതരാം. എന്താണ് വളരെ ബഹുമാനിക്കപ്പെടേണ്ട ഒരു പൂർവ്വചരിത്രമാണ് ആ ചേച്ചിക്കുള്ളത്. അപ്പോൾ ആ ചേച്ചിക്ക് ഈ ശബരിമല പ്രവേശനമായിട്ട് ബന്ധപ്പെട്ട് ആ ചേച്ചി പോയി. അപ്പം അവർക്ക് അവിടെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ ശബരിമല പ്രവേശനവുമായിട്ട് അതിന് എതിർത്തുകൊണ്ട്, യുവതീ പ്രവേശനം എതിർത്തുകൊണ്ട് നായർ സംഘടനകൾ നടത്തിയിരുന്ന സമരം ഈ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവർ മൊത്തം സമൂഹത്തെയും അന്നു മുതൽ ന്യൂസ് ഗിൽ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് വഴി മോശമായിട്ട് ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ കൂടെ കത്തോലിക്ക സഭയെ അധിക്ഷേപിച്ച് അവർക്കെതിരെ കേസുണ്ട്. അവർ ഈ പറയുന്നതല്ല, ഈ ലൈംഗികതയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർ ഇതിൽ കൂടെയൊക്കെ പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കന്യാസ്ത്രീമാരുടെ ലൈംഗികത, ഈ നായർ സ്ത്രീകളുടെ ലൈംഗികത, ഇതൊക്കെയാണ് അവർ കൂടുതലായിട്ടും അവരുടെ ആ വെബ്സൈറ്റിൽ കൂടെ അവർ പറയുന്നത്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശ്യം? എന്തെങ്കിലും സൈക്കോളജിക്കൽ ഡിസോർഡർ ആണോ, വേറെ എന്തെങ്കിലും പെർവേർഷൻ ആണോ എന്നൊന്നും അറിയില്ല. ഇത് മാത്രം ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നു, അതോ ഫണ്ട് കിട്ടുന്നത് കൊണ്ടാണോ, കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്നും അറിയില്ല. പിന്നെ അവർ ആ വെബ്സൈറ്റിൽ കൂടെ ഈഴവ മതത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് ഈഴവ മതം വളരെ വലിയൊരു വിലപ്പെട്ട സംഭവമാണ്, സ്വർഗത്തിൽ നിന്നും പൊട്ടി വീണതാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് നല്ല കാര്യം. പക്ഷെ മറ്റു സമുദായക്കാർ എന്തിനാണ് അധിക്ഷേപിക്കുന്നത്? ക്ലബ് ഹൗസ് ചർച്ചകളിൽ ഈ സ്ത്രീ എന്നുള്ള പേരുപയോഗിച്ചാൽ തെറ്റിദ്ധരിക്കരുത്. വിശുദ്ധ ബൈബിളിലും സ്ത്രീ എന്നുള്ള പദം ഉണ്ട്. അപ്പോൾ ക്ലബ് ഹൗസ് ചർച്ചകളിൽ ഈ സ്ത്രീയും പിന്നെ വേറൊരു ഷാഫിന എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ത്രീ, അവരെ ജമാഅത്തിൽ നിന്നൊക്കെ പുറത്താക്കിയതാണ്, അവരെ മതത്തിൽ നിന്ന് പുറത്താക്കിയത്. അവരും വിവാഹം ചെയ്തിരിക്കുന്നത് ഒരു ഈഴവ മതക്കാരനാണ്. അപ്പം ഇവരും കൂടെ ചേർന്നിട്ട് ഇപ്പോൾ ഈഴവ മതത്തെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. പക്ഷേ മറ്റു സമുദായങ്ങളെ അധിക്ഷേപിക്കുന്നത് നിർത്തലാക്കണം. അതാണ് ചെയ്യേണ്ടത്. അപ്പം അവർ പറയുന്നത് മണാളൻ എന്നൊരു ജാതി ഉണ്ടത്ര. അവർ പറയുന്ന വാക്കുകളൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല, അത്ര മോശമായിട്ടുള്ള വാക്കുകളാണ്. അത് ഈ കണിപ്പയ്യൂരിൻ്റെ അതിനല്ലാതെ കണിപ്പയ്യൂരിൻ്റെ ഒരു സാങ്കല്പികമായിട്ടുള്ള അയാളിട്ട ഒരു ജാതി പേരാണ് മണാളൻ എന്നുള്ളത്. ഈ പുസ്തകത്തിലല്ലാതെ വേറെ ഒരിടത്തും അതിൻ്റെ റെഫറൻസ് ഇല്ല. ഈ പുസ്തകം വച്ചിട്ടുള്ള റെഫറൻസ് ഇല്ല. ഈ മലബാർ കളക്ടറായിരുന്ന വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മണാളൻ എന്ന് പറയുന്നത്? മണ്ണ് ആളുന്നവൻ, മണ്ണിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള കൃഷിക്കാരനായിട്ടുള്ള നായരെയാണ് മണാളൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമാണ് ഏക റെഫറൻസ് ഏതിലെ മലബാർ